ശ്രീരാമകൃഷ്ണ വചനാമൃതം 1-ാം ഭാഗം. ഗുരുവും ശിഷ്യനും. അധ്യായം 1. 1882 ഫെബ്രുവരി 26 ഞായറാഴ്ച. പ്രഥമ ദർശനം. ഗംഗാതീരത്തുള്ള ദക്ഷിണേശ്വരം കാളീക്ഷേത്രോദ്യാനം. കാളിമാതാവിൻ്റെ കോവിൽ. വസന്തകാലം. ശ്രീരാമകൃഷ്ണൻ്റെ ജന്മോത്സവം കഴിഞ്ഞിട്ട് ഏതാനും നാളുകളായി. നേരം അന്തിയോടടുത്തു. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ മാസ്റ്റർ എത്തി. ഇതാദ്യത്തെ ദർശനമാണ്. മുറി നിറയെ ആളുകൾ അദ്ദേഹത്തിൻ്റെ വചനാമൃതം സശ്രദ്ധം പാനം ചെയ്തുകൊണ്ടിരിക്കുന്നതായി മാസ്റ്റർ കണ്ടു. ഭഗവാൻ മരക്കട്ടിലിൽ പൂർവാഭിമുഖനായിരുന്ന് മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഹരികഥാകഥനം ചെയ്യുന്നു. ഭക്തന്മാരെല്ലാവരും തറയിലിരിക്കുന്നു. കർമ്മം എപ്പോഴുപേക്ഷിക്കാം. മാസ്റ്റർ നിശബ്ദനായി നോക്കി നിന്നുപോയി. സാക്ഷാൽ ശുഗദേവൻ ഭഗവത് കഥ അരുളി ചെയ്യുകയാണെന്നും സർവ്വതീർത്ഥങ്ങളും അവിടെ സമ്മിളിതമായിട്ടുണ്ടെന്നും തോന്നി. അഥവാ രാമാനന്ദൻ, സ്വരൂപൻ മുതലായ ഭക്തന്മാരോടൊരുമിച്ച് ശ്രീചൈതന്യൻ പുരീക്ഷേത്രത്തിലിരുന്ന് ഭഗവാന്റെ നാമകീർത്തനം ചെയ്യുകയോ? ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ഒരു പ്രാവശ്യം ഹരിനാമമോ രാമനാമമോ കീർത്തിക്കുമ്പോൾ രോമാഞ്ചമോ അശ്രുപാതമോ ഉണ്ടാകുന്നുവെങ്കിൽ സന്ധ്യാദി കർമ്മങ്ങൾ പിന്നീട് ചെയ്യേണ്ടതില്ലെന്ന് നിശ്ചയമായി അറിഞ്ഞോളൂ. അപ്പോൾ മാത്രമേ കർമ്മത്യാഗത്തിന് അധികാരമുള്ളൂ. കർമ്മം സ്വയം വിട്ടുപിരിഞ്ഞു പോകുന്നു. പിന്നെ രാമനാമമോ ഹരിനാമമോ കേവലം പ്രണവമോ മാത്രം ജപിച്ചാൽ മതി. അദ്ദേഹം തുടർന്നു, സന്ധ്യ ഗായത്രിയിൽ ലയിക്കുന്നു, ഗായത്രി ഓംകാരത്തിൽ ലയിക്കുന്നു. മാസ്റ്റർ വരാഹനഗരത്തിലെ ഓരോ ഉദ്യാനത്തിലും ചുറ്റിക്കറങ്ങി ഇവിടെ എത്തിയിരിക്കുകയാണ്. സിധുവുമൊത്ത് ഉദ്യാനം കാണാനിറങ്ങിയതാണ്. ഇന്ന് ഞായറാഴ്ച, സമയമുണ്ട്. അതുകൊണ്ട് നടക്കാനിറങ്ങി. ശ്രീ പ്രസന്ന ബാനർജിയുടെ ഉദ്യാനം കുറച്ചു മുമ്പ് കണ്ടു. സിധു അപ്പോൾ പറഞ്ഞു, ഗംഗയുടെ തീരത്ത് മനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. എന്താ, ആ തോട്ടം കാണാൻ പോണോ? അവിടെ ഒരു പരമഹംസൻ താമസമുണ്ട്. സിധു എന്നത് ശ്രീ സിദ്ധേശ്വര മസൂംദാർ, ഉത്തരവരാഹ നഗരത്തിൽ വീട്. സന്ധ്യയോടുകൂടി തോട്ടത്തിൻ്റെ പ്രധാന പടിയും കടന്ന് മാസ്റ്ററും സിധുവും നേരെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലെത്തി. മാസ്റ്റർ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടുകൊണ്ട് വിചാരിച്ചു, ആഹാ, എന്തൊരു സുന്ദരമായ സ്ഥാനം, എത്ര നല്ല ആളുകൾ, എന്തൊരു മനോഹരമായ സംഭാഷണം. ഇവിടെ നിന്നും മടങ്ങാൻ തോന്നുന്നില്ല. അല്പം കഴിഞ്ഞ് വിചാരിച്ചു, എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടുകളയാം, എന്നിട്ടിവിടെ വന്നിരിക്കാം. സിധുവുമൊത്ത് മുറിക്ക് പുറത്ത് കടന്നപ്പോഴേക്കും ദീപാരാധനയുടെ മധുര ശബ്ദം കേട്ടു തുടങ്ങി. ചേങ്കിലയും ചെണ്ടയും മണിയും കുഴിത്താളവും ഒരുമിച്ച് മുഴങ്ങുന്നു. തോട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള സംഗീതശാലയിൽ നിന്ന് മധുരഗാനവും. ആ ശബ്ദം ഗംഗയുടെ മാറിടത്തിൽ ചെന്നടിച്ച് അതിദൂരെ എങ്ങോ പോയി ലയിക്കുന്നു. കുസുമഗന്ധവാഹിയായ വസന്താനിലൻ മന്ദം മന്ദം സഞ്ചരിക്കുന്നു. സർവത്ര പൂനിലാവ് പരന്നിരിക്കുന്നു. ഭഗവാന്റെ നീരാഞ്ജനത്തിന് 4 ദിക്കും തയ്യാറായി. 12 ശിവക്ഷേത്രങ്ങളിലും രാധാകാന്ത മന്ദിരത്തിലും ഭവതാരിണിയുടെ കോവിലിലും ദീപാരാധന തൊഴുത് മാസ്റ്റർ പരമ പ്രീതനായി. ശ്രീരാമകൃഷ്ണൻ്റെ മുറിയിലേക്ക് മടങ്ങുമ്പോൾ സിധു പറഞ്ഞു, ഇത് രാസമണി പണിയിച്ച ദേവാലയമാണ്. ഇവിടെ നിത്യവും പൂജയുണ്ട്. അനേകം അതിഥികളും പാവപ്പെട്ടവരും വരുന്നു. വർത്തമാനവും പറഞ്ഞുകൊണ്ട് ഭവതാരിണി ക്ഷേത്രത്തിൽ നിന്ന് ഇഷ്ടിക പാകിയ വലിയ തിരുമുറ്റത്തുകൂടി നടന്ന് ഇരുവരും വീണ്ടും ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ മുമ്പിലെത്തി. മുറിയുടെ വാതിൽ അടച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ധൂപം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാസ്റ്റർ ഇംഗ്ലീഷ് പഠിച്ചയാൾ അനുവാദമില്ലാതെ മുറിയിലേക്ക് പെട്ടെന്നൊന്നും ചെന്ന് കയറുകയില്ല. വാതിക്കൽ വേലക്കാരി വൃന്ദേ നിൽപ്പുണ്ട്. മാസ്റ്റർ, അതേ, സ്വാമി ഇപ്പോൾ അകത്തുണ്ടോ? വൃന്ദേ, ഉണ്ട്, ഈ മുറിക്കുള്ളിലുണ്ട്. മാസ്റ്റർ, അദ്ദേഹം ഇവിടെയായിട്ട് എത്ര നാളായി? വൃന്ദേ, ഓ, വളരെ നാളായി. മാസ്റ്റർ, ശരി, അദ്ദേഹം ഒട്ടേറെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? വൃന്ദേ, പുസ്തകമോ കുഞ്ഞേ, ഒക്കെ അദ്ദേഹത്തിൻ്റെ നാവിൽ. മാസ്റ്റർ പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നിട്ടേയുള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ പുസ്തകമൊന്നും വായിക്കാറില്ലെന്ന് കേട്ട് കൂടുതൽ ആശ്ചര്യമായി. മാസ്റ്റർ, അദ്ദേഹം ഇപ്പോൾ സന്ധ്യാവന്ദനം ചെയ്യുകയായിരിക്കും. ഞങ്ങൾക്ക് മുറിക്കകത്ത് പോകാൻ പാടുണ്ടോ? നീയൊന്ന് പോയി വിവരം പറയുമോ? വൃന്ദേ, നേരെ അകത്ത് പോയിക്കോളൂ മക്കളെ, അകത്ത് കടന്നിരിക്കും. അവരകത്ത് കടന്നു. മുറിയിൽ മറ്റാരുമില്ല. ശ്രീരാമകൃഷ്ണദേവൻ മാത്രം മരക്കട്ടിലിൽ ഇരിക്കുന്നുണ്ട്.
മുറിയിൽ ധൂപം പുകച്ചിരിക്കുന്നു. വാതിലെല്ലാം അടച്ചിട്ടുണ്ട്. മാസ്റ്റർ അകത്ത് കിടന്ന് കൈകൂപ്പി തൊഴുതു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹവും സിധുവും തറയിലിരുന്നു. എവിടെയാണ് നിങ്ങളുടെ താമസം? എന്തു ചെയ്യുന്നു? വരാഹനഗരത്തിൽ എന്തിനു വന്നു എന്നൊക്കെ ശ്രീരാമകൃഷ്ണൻ ചോദിച്ചു. മാസ്റ്റർ അതിനെല്ലാം മറുപടി പറഞ്ഞു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അന്യമനസ്കനാകുന്നത് മാസ്റ്റർ കണ്ടു. ഇതിൻ്റെ പേര് ഭാവാവസ്ഥയെന്നാണെന്ന് പിന്നീടറിഞ്ഞു. ഒരുവൻ ചൂണ്ടയും കയ്യിലേന്തി മീൻ പിടിക്കാനിരിക്കും പോലെ മീൻ വരുന്നു, ഇര വിഴുങ്ങുന്നു, പൊങ്ങുതടി അനങ്ങുന്നു. അയാൾ ജാഗ്രതയോടെ ചൂണ്ടയും പിടിച്ചുകൊണ്ട് പൊങ്ങുതടിയുടെ നേരെ ഇമ വെട്ടാതെ ഒരേ ചിന്തയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരോടും ഉരിയാടുകയില്ല. ശരിക്കും അതുപോലെയാണ് ഈ ഭാവം. ഭഗവാൻ സന്ധ്യയ്ക്ക് ശേഷം ഇങ്ങനെ ഭാവാന്തരം പ്രാപിക്കാറുണ്ടെന്നും ചിലപ്പോഴൊക്കെ ബാഹ്യബോധം തെല്ലുമില്ലാതെ ആകാറുണ്ടെന്നും മാസ്റ്റർ കേൾക്കുകയും കാണുകയും ചെയ്തു. മാസ്റ്റർ, അവിടെ നിന്നിപ്പോൾ സന്ധ്യാവന്തരം ചെയ്യാൻ പോവുകയായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോയി വരട്ടെയോ? ശ്രീരാമകൃഷ്ണൻ ഭാവാവസ്ഥയിൽ. അല്ല, സന്ധ്യ അങ്ങനെയൊന്നുമില്ല. അല്പം ചില വർത്തമാനങ്ങൾ കൂടി പറഞ്ഞ് മാസ്റ്റർ നമസ്കരിച്ച് വിടവാങ്ങി. ഭഗവാൻ അരുളി, വീണ്ടും വരൂ. മാസ്റ്റർ മടക്കത്തിൽ ആലോചിച്ചു. ഈ സൗമ്യൻ ആര്? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുന്നതിന് എനിക്ക് ആഗ്രഹം തോന്നുന്നുവല്ലോ. പുസ്തകം പഠിക്കാതെ മനുഷ്യന് വലിയവനാകാമെന്നോ? എന്തൊരാശ്ചര്യം! വീണ്ടും വരണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹവും പറഞ്ഞു വീണ്ടും വരുമെന്ന്. നാളെയോ മറ്റന്നാളോ കാലത്ത് വരാം. അധ്യായം 2. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദ്വിതീയ ദർശനം. രണ്ടാമത്തെ ദർശനം രാവിലെ 8 മണി സമയം. ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ ക്ഷൗരം ചെയ്യിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇപ്പോഴും കുറച്ചൊരു തണുപ്പുണ്ട്. അദ്ദേഹം ചുവന്ന കരിയുള്ള ഒരു സാൽവ പുതച്ചിട്ടുണ്ട്. മാസ്റ്ററെ കണ്ട് അദ്ദേഹം അരുളി, നീ വന്നോ? കൊള്ളാം, ഇവിടെ ഇരിക്കൂ. ഈ സംഭാഷണം തെക്ക് കിഴക്കേ വരാന്തയിൽ വെച്ചാണ് നടന്നത്. ക്ഷുരകനെത്തി. ആ വരാന്തയിൽ ഗുരുദേവൻ ക്ഷൗരം ചെയ്യിക്കാനിരുന്നു. ഇടയ്ക്കിടെ മാസ്റ്ററുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടുമിരുന്നു. മെയ്യിൽ മേൽപ്പറഞ്ഞ മാതിരി സാൽവ, കാലിൽ ക്യാൻവാസ് ചെരിപ്പ്, മുഖം മന്ദഹാസാഞ്ചിതം. സംസാരിക്കുമ്പോൾ അല്പമൊരു വിക്കുണ്ട്. ശ്രീരാമകൃഷ്ണൻ മാസ്റ്ററോട്, നിന്റെ വീട് എവിടെ? മാസ്റ്റർ, കൽക്കത്തയിൽ. ശ്രീരാമകൃഷ്ണദേവൻ, ഇവിടെ എവിടെ വന്നു? മാസ്റ്റർ, ഇവിടെ വരാഹനഗരത്തിൽ ചേച്ചിയുടെ വീട്ടിൽ വന്നു. ഈശാനൻ കവിരാജൻ്റെ വീട്. ശ്രീരാമകൃഷ്ണൻ, ഓ, ഈശാൻ്റെ വീടോ? ആട്ടെ, കേശവൻ എങ്ങനെയിരിക്കുന്നു? കലശലായ സുഖക്കേടായിരുന്നു. മാസ്റ്റർ, അതെ, ഞാനും അങ്ങനെ കേട്ടു. ഇപ്പോൾ സുഖമായിരിക്കുന്നുവെന്ന് തോന്നുന്നു. കേശവചന്ദ്രന് വേണ്ടി ശ്രീരാമകൃഷ്ണൻ കരയുന്നു. ശ്രീരാമകൃഷ്ണൻ, ഞാൻ ഇത്തവണ കേശവന് വേണ്ടി ദേവിക്ക് കരിക്കും പഞ്ചസാരയും വഴിപാട് നേർന്നു. വെളുപ്പിന് ചിലപ്പോൾ ഉറക്കം മുറിഞ്ഞുണരും. അമ്മയുടെ മുമ്പിൽ കരയും. എന്നിട്ട് പറയും, അമ്മേ, കേശവൻ്റെ രോഗം മാറ്റിത്തരണേ. കേശവനില്ലെങ്കിൽ ഞാൻ കൽക്കത്തയിൽ പോകുമ്പോൾ ആരുമായി വർത്തമാനം പറയും? അതുകൊണ്ടാണ് കരിക്കും പഞ്ചസാരയും നേർന്നത്. ആട്ടെ, കുക്ക് സാഹിബ് എന്നൊരാൾ കൽക്കത്തയിൽ എത്തിയിട്ടുണ്ടോ? അയാൾ പ്രസംഗം ചെയ്യുന്നുണ്ടോ? കേശവൻ എന്നെ ഒരിക്കൽ ബോട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കുക്ക് സാഹിബും ഉണ്ടായിരുന്നു. മാസ്റ്റർ, ഉവ്വ്, ഞാനും അങ്ങനെ കേട്ടു. എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊന്നും കേൾക്കുകയുണ്ടായില്ല. എനിക്ക് അദ്ദേഹത്തെപ്പറ്റി അധികമൊന്നും അറിഞ്ഞുകൂടാ. പിതാവിൻ്റെ കർത്തവ്യം. ശ്രീരാമകൃഷ്ണൻ, പ്രതാപൻ്റെ സഹോദരൻ ഇവിടെ വന്നിരുന്നു. കുറച്ച് ദിവസം ഇവിടെ താമസിച്ചു. ജോലിയും വേലയും ഒന്നുമില്ല. ഞാനിവിടെ താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഭാര്യയെയും കുട്ടികളെയും അമ്മായി അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണെന്ന് ഞാൻ കേട്ടു. പിള്ളേരും പരാധീനവും ഒരുപാട്. ഞാൻ ശകാരിച്ചു വിട്ടു. മാസ്റ്ററോട്, ഇത് കണ്ടോ, പിള്ളേരും പ്രാരബ്ധവും ഒക്കെയുണ്ട്. അയൽപ്പക്കത്തെ ആളുകൾ വന്ന് അവർക്ക് ചിലവിന് കൊടുക്കുമോ? വളർത്തിയാളാക്കുമോ? ഭാര്യയ്ക്കും മക്കൾക്കും വേറെ വല്ലവരും ചിലവിന് കൊടുക്കണം. അവരെ ശുശ്രൂരൻ്റെ വീട്ടിലാക്കിയിട്ട് വന്നിരിക്കുന്നു. നാണമില്ലല്ലോ. ഞാൻ കണക്കിന് ശകാരിച്ചു. പോയി എന്തെങ്കിലും വേലയും പണിയും നോക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ നിന്നും പോകാമെന്നായി. അധ്യായം 3.
അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാസ്റ്റർക്ക് കൊട്ട് കിട്ടുന്നു. അഹങ്കാരം തകരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട്, നിന്റെ കല്യാണം കഴിഞ്ഞു? മാസ്റ്റർ, ഉവ്വ്. ശ്രീരാമകൃഷ്ണദേവൻ ഞെട്ടലോടെ, ഓ രാമലാൽ. രാമലാൽ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ സോദരപുത്രനും കാളീക്ഷേത്രത്തിലെ ശാന്തിക്കാരനുമായ ശ്രീ രാമലാൽ. കേട്ടോ, ഇവൻ കല്യാണം കഴിച്ചു കളഞ്ഞിരിക്കുന്നു. മാസ്റ്റർ ഘോരമായി എന്തോ കുറ്റം ചെയ്തവനെ പോലെ വായും മൂടി തലയും താഴ്ത്തി അനങ്ങാതിരുന്നു പോയി. സ്വയം ചിന്തിച്ചു, എന്ത്, വിവാഹം ചെയ്യുന്നത് ഇത്ര വലിയൊരു തെറ്റോ? ഗുരുദേവൻ പിന്നെയും ചോദിച്ചു, നിനക്ക് കുട്ടികളുമുണ്ടോ? മാസ്റ്ററുടെ നെഞ്ച് കിടന്ന് പിടഞ്ഞു തുടങ്ങി. പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ട്, കുട്ടികളുമുണ്ട്. ഗുരുദേവൻ വിഷാദത്തോടെ പറഞ്ഞു, ഹാ കഷ്ടം, ഇവന് കുട്ടികളുമുണ്ട്. ശകാരം കേട്ട് മാസ്റ്റർ സ്തംഭിച്ചിരുന്നു പോയി. അയാളുടെ അഹങ്കാരം തകർന്നു തുടങ്ങി. അല്പനിമിഷം കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ കൃപാദൃഷ്ടിയോടെ സ്നേഹപൂർവ്വം പറഞ്ഞു, നോക്ക്, നിന്റെ ലക്ഷണങ്ങൾ നന്നായിരിക്കുന്നു. നെറ്റിയും കണ്ണും മറ്റും കണ്ടാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അറിവുള്ളവൻ ആര്? ശ്രീരാമകൃഷ്ണദേവൻ, കൊള്ളാം. നിന്റെ വീട്ടുകാരി എങ്ങനെ, വിദ്യാശക്തിയോ അവിദ്യാശക്തിയോ? മാസ്റ്റർ, ആള് കൊള്ളാം, പക്ഷേ അറിവില്ല. ശ്രീരാമകൃഷ്ണദേവൻ നീരസഭാവത്തിൽ, നീ അറിവുള്ളവനാര് അറിവില്ലാത്തവനാര് എന്ന് ഇനിയും മാസ്റ്റർക്ക് അറിഞ്ഞുകൂടാ. എഴുതാനും വായിക്കാനും സാധിക്കുകയും പുസ്തകം വായിക്കാൻ കഴിയുകയും ചെയ്താൽ അറിവുള്ളവനാണ് എന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. ഈ തെറ്റിദ്ധാരണ പിന്നീട് നീങ്ങിപ്പോയി. ഈശ്വരനെ അറിയുന്നതിൻ്റെ പേരാണ് അറിവ്. ഈശ്വരനെ അറിയാതിരിക്കുകയാണ് അറിവില്ലായ്മ എന്ന് പിന്നീട് ധരിച്ചു. നീ അറിവുള്ളവനും എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ മാസ്റ്ററുടെ അഹങ്കാരത്തിന് ഒന്നാന്തരം മരടി കിട്ടി. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട്, ശരി, നിനക്ക് സാകാരത്തിലോ വിശ്വാസം അതോ നിരാകാരത്തിലോ? വിഗ്രഹാരാധന. മാസ്റ്റർ സാശ്ചര്യം, സുഗതം. സാകാരത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിരാകാരത്തിൽ എങ്ങനെ വിശ്വാസമുണ്ടാകും? ഈശ്വരൻ നിരാകാരനാണ് എന്ന വിശ്വാസം ഉള്ള പക്ഷം ഈശ്വരൻ സാകാരനാകുന്നു എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഈ വിരുദ്ധാവസ്ഥകൾ രണ്ടും സത്യമാകാൻ സാധ്യമോ? പാൽ വെളുത്ത വസ്തു, അത് വീണ്ടും കറുത്തതുമാക്കാൻ ഒക്കുമോ? മാസ്റ്റർ, നിരാകാരമാണ് എനിക്ക് സുഖമായി തോന്നുന്നത്. ശ്രീരാമകൃഷ്ണൻ, അത് കൊള്ളാം. ഏതിലെങ്കിലും വിശ്വാസമുണ്ടായാൽ മതി. നിനക്ക് വിശ്വാസം നിരാകാരത്തിലാണ്, അതും നന്ന്. എന്നാൽ ഇതുമാത്രം സത്യം, ബാക്കിയൊക്കെ തെറ്റ് എന്നൊരിക്കലും വിചാരിക്കരുത്. നിരാകാരവും സത്യം, അതുപോലെ സാകാരവും സത്യം എന്നറിയുക. നിനക്കേതിലോ വിശ്വാസം, അതിലുറച്ചു നിൽക്കുക. രണ്ടും സത്യമാണെന്ന സംഗതി പിന്നെയും പിന്നെയും കേട്ട് മാസ്റ്റർ വിസ്മിതനായി. ഇക്കഥ അയാളുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവിലെങ്ങുമില്ല. മാസ്റ്ററുടെ അഹങ്കാരത്തിന് മൂന്നാം തവണയും ഒരടി കിട്ടി. എന്നാൽ ഇനിയും അത് നിശേഷം നശിച്ചു കഴിഞ്ഞിട്ടില്ല. അതിനാൽ അല്പം തർക്കിക്കാൻ ഒരുങ്ങി. മാസ്റ്റർ, പ്രഭു, അദ്ദേഹം സാകാരനാണെന്ന് വിശ്വാസം വന്നെന്നിരിക്കട്ടെ. എന്നിരുന്നാലും അദ്ദേഹം ഒരു കാലവും മണ്ണുകൊണ്ട് തീർത്ത പ്രതിമയല്ലല്ലോ. ശ്രീരാമകൃഷ്ണൻ, എന്തിനു മണ്ണ്? ചിന്മയിയാണ് പ്രതിമ. ചിന്മയി പ്രതിമയുടെ അർത്ഥമൊന്നും മാസ്റ്റർക്ക് മനസ്സിലായില്ല. എങ്കിലും പറഞ്ഞു, ശരി, എന്നിരുന്നാലും മൃണ്മയ പ്രതിമയെ പൂജിക്കുന്നവരോട് മൺപ്രതിമ ഈശ്വരനല്ലെന്ന സംഗതി പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടതാണല്ലോ. ഈശ്വരനെ ഉദ്ദേശിച്ച് പ്രതിമയിൽ പൂജ ചെയ്യുന്നതാണ് ഉചിതം. മണ്ണിനെ പൂജിക്കുന്നത് ശരിയല്ല. ശ്രീരാമകൃഷ്ണദേവനും പ്രസംഗവും. ശ്രീരാമകൃഷ്ണദേവൻ നീരസത്തോടെ, നിങ്ങളുടെ കൽക്കത്തക്കാരുടെ ഒരേയൊരു തൊഴിലിതാണ്, ലെക്ചർ അടിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും. തനിക്ക് ആര് വെളിച്ചം തരും? അതൊട്ട് നിശ്ചയവുമില്ല. പഠിപ്പിക്കാൻ നീ ആര്? ഈ ജഗത്ത് ആരുടെയോ അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹം ഈ ജഗത്ത് സൃഷ്ടിച്ചിരിക്കുന്നു, സൂര്യചന്ദ്രന്മാരെ നിർമ്മിച്ചിരിക്കുന്നു, മനുഷ്യനെയും ജീവികളെയും ജന്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു, ജീവജാലങ്ങൾക്ക് ആഹാരത്തിനുള്ള ഉപായം ഉണ്ടാക്കിയിരിക്കുന്നു, പോറ്റി വളർത്താൻ അച്ഛനമ്മമാരെ നൽകിയിരിക്കുന്നു. ഇതിനായി അച്ഛനമ്മമാരിൽ സ്നേഹം നിറച്ചിരിക്കുന്നു. അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹം ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് ഇതിനുള്ള ഉപായം മാത്രം ഉണ്ടാക്കി കൊടുക്കുകയില്ലെന്നോ?